ജിജി യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. എനിക്ക് അവനാ വേണ്ടേ, വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. ആ ടേം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിൽ മോശം ബന്ധമാണ് എന്ന തരത്തിലാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് പുള്ളിക്കാരി എന്തുകൊണ്ട് പറഞ്ഞില്ല? 100% ഞാൻ പറയണം, പ്രൂവ് ചെയ്യും. അതായത് എന്ത് സാഹചര്യത്തിൽ പുള്ളിക്കാരി എവിടെ കണ്ടു, എന്ത് കണ്ടു. പല ബന്ധങ്ങളും പുള്ളിക്കാരി നിർത്തിയെന്ന് പറഞ്ഞാണ്. ഇതുവരെ നിർത്തിയിട്ടില്ല. 2 ദിവസം പറയും, 3-ാമത്തെ ദിവസം അടിച്ചു വന്നതിൻ്റെ മേലെ പാമ്പായിട്ട് ഓഡിയോ കട്ട് ചെയ്ത് ആ ഓഡിയോ കെട്ടാൽ തന്നെ മനസ്സിലാവും. പീസാക്കാം. അമ്മ ഈ തെറ്റ് തിരുത്തി ഈ സംഘടനയിൽ ജോയിൻ ചെയ്യും. പക്ഷെ അമ്മേനെ എനിക്ക് അല്ലാതെ വിശ്വാസമല്ല. കൂടെ നടക്കുന്ന ആൾ പറ്റിച്ച വഞ്ചകയായ ഒരു ഭാര്യ ആരെങ്കിലും വിശ്വസിക്കും? പക്ഷേ ബ്രദർ പറയുന്നില്ലേ, അതായത് മകള് പോയി ചത്താലും അജ്മലിനെ ഒഴിവാക്കില്ല. അതാ പറയുന്നത്. ഇത് അവരെ വാശി, അത് പുള്ളി സമ്മതിക്കില്ല. അത് ചേച്ചി മോളെ എന്തോ ത്രെറ്റനിങ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പറയാണ്. അപ്പനെ വിളിക്കേണ്ട ബാസ്റ്റഡ്. ആ മോളുടെ ഭാവി പോയില്ലേ? ഈ അമ്മ കൗൺസിലിംഗ് ചെയ്യാൻ കേൾക്കാൻ വരുന്നു, ഈ ഓടി എടുത്ത് കേൾപ്പിച്ച ആ കുട്ടിയുടെ ഭാവി ഉണ്ടായി ചിന്തിച്ച ഈ അമ്മ ഈ അമ്മേനല്ലേ കൊണ്ടേ തുറച്ച് പറയുന്നത് അംഗീകരിച്ച് കൊടുത്ത് ഇവർ പറഞ്ഞൊക്കെ ശരിയെന്ന് പറഞ്ഞ് അവരെ ട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ട്രസ്റ്റിന് കിട്ടില്ല. നാളെ ഇവളിരിക്കുമ്പോൾ അമ്മ അതേ കളത്തരം കാണിച്ചാൽ അവൾ കളിയാവില്ലേ? അപ്പനെ പറ്റിയ തെറ്റ് മോൾക്ക് വരരുത് എന്നുള്ള പ്രതിവാത്സല്യം കൊണ്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. അപ്പൻ്റെ ഒപ്പം എന്നല്ല, അമ്മയുടെ ഒപ്പം നിന്നിട്ടില്ല. ഞാനാണ് അവരുടെ കുടുംബം തകർക്കുന്നത് പറയുന്ന ആളുകളോട് ഞാൻ പറയാണ്, 100% ഈ വീഡിയോ ഒരു പ്രൂഫ് ആക്കിയിട്ടെന്ന് വെച്ചോ. കുഴപ്പമില്ലാത്ത റീച്ചും മര്യാദ ലെവലിൽ പേരുണ്ട്. പിന്നെ എന്തിനാ ഈ നാറ്റക്കേസിൻ്റെ പുറകെ പോകണമെന്നാണ്. ഞാൻ നാറ്റക്കേസിൻ്റെ പുറകെ പോയതല്ല. ആ മനുഷ്യൻ സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയതാണ്. നാട്ടുകാരെ കാശും മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ടാണ് പറയുന്നത് സാധനം. നാളെ തൊട്ട് ഇവിടുന്ന് ഒരുത്തനും ഒരു കാര്യം പുറത്ത് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ എല്ലാത്തിനും അടിച്ചു കൊല്ലും. ആരാവൻ? ഞാൻ തമാശ പറയുന്നില്ല, വീഡിയോ ഉണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയും കണ്ടിട്ടല്ല ക്രിസ്തു മതത്തിലേക്ക് വന്നത്. ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടാണ്. പുള്ളി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങൾക്കുള്ളൊരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് കേട്ടോ. ഫൗണ്ടേഷൻ നിർത്തി, ട്രസ്റ്റ് നിർത്തി, പുള്ളിയുടെ ലെവലിൽ സന്യസിക്കാൻ എന്തെന്ന് വെച്ചാൽ പുള്ളി പോകും. ഇപ്പോൾ അജ്മല് സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാരിയോ ബ്രദർക്ക് എന്നോടൊരു പിതൃവാത്സല്യമാണ്, എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ജിജിയുടേതായി ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ ജിജി യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. ആ ടേം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തമ്മിൽ മോശം ബന്ധമാണ് എന്ന തരത്തിലാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് ആ വാക്ക് കേട്ടപ്പോൾ അജ്മലിന് എന്താ ഫീൽ ചെയ്തത്? അത് ആക്ച്വലി എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിൽ പരക്കെല്ലൊരു വാചകമാണ്, ആളുകളുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. അത് ഈ ഇസ്ലാം വിഭാഗത്തിൽ ഇങ്ങനൊരു സംഭവം കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പല ഹിന്ദു സംഘടനകളെയും അത് വെച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഇത് വെച്ച് തകർക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഒരു ലക്ഷ്യം. കാരണം വെച്ചാൽ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിൽ ഇപ്പോൾ 2018 തൊട്ടിട്ട് ഇന്ന് ഇപ്പോൾ ഏതാ ദിവസം, കറക്റ്റ് 16 നവംബറാണ് 2025. ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് പുള്ളിക്കാരി ഇതൊന്നും എതിർത്തില്ല? ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പല്ല ഓഡിയോ പുള്ളിക്കാരി പുറത്തു വിട്ടത്. അത് ഈ പുള്ളിക്കാരി തന്നെ ഇരുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 1 മണിക്കൂറോളം ഒരു ഓഡിയോയിൽ ഒരു മനുഷ്യനെ ഇരുത്തി ത്രെട്ട് ചെയ്ത് ആളെ ചൂടാവുന്ന ഭാഗങ്ങളും ഇവർ പറഞ്ഞ തെറിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പ്രത്യേക തരം വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പബ്ലിക്കലി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആളുകളുടെ ഇടയിൽ. കാരണം അതും രസമുണ്ട്. നിങ്ങളന്നടക്കം വീഡിയോ എടുത്തില്ലേ? അതിന് മുമ്പേ ബ്രദറിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ പോയിട്ടുണ്ട്. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് ചെയ്ത തെറ്റെന്താണെന്നുള്ളത് പബ്ലിക്കായിട്ട് പറഞ്ഞു പോയി. അപ്പം അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വാക്ക്, ഒരു വേർഡ് മാത്രമാണ് പുള്ളിക്കാർ ഉപയോഗിച്ചത്. അജ്മലിനെയാണ് അത് വിളിക്കുന്നത്, എന്നെയാണ് അത് വിളിക്കുന്നത്. ഞാൻ പുള്ളിക്കാരോട് 100% ഞാൻ പറയാണ്, പ്രൂവ് ചെയ്യും. അത് ഞങ്ങൾ തമ്മിൽ അങ്ങനെയല്ല വേണ്ടാത്ത എന്ത് സാഹചര്യത്തിൽ പുള്ളിക്കാരി എവിടെ കണ്ടു, എന്ത് കണ്ടു, അല്ലെങ്കിൽ എങ്ങനെ അത് പുള്ളിക്കാരി മനസ്സിലാക്കി എന്നുള്ളത് പറയാം. ഞാൻ ഈ പരിപാടി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. ഇന്നലെ ഞാൻ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ഈ ജിജി മാരിയോ അയച്ചു കൊടുത്തിരിക്കുന്ന വോയിസ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ? ഈ വീട് എനിക്ക് പ്രീമിയം കാർസ് ഉണ്ട്. പുള്ളിക്കാരി പറഞ്ഞാണ്, എനിക്ക് കോടികളുടെ ആസ്തിയുണ്ട്, ഇതെല്ലാം ഞാൻ മാരിയോ വെച്ച് ഉണ്ടാക്കിയതാണെന്നാണ് പുള്ളിക്കാരിയുടെ അവകാശവാദം. ഇത് പുള്ളിക്കാരി മാത്രമല്ല, അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ തീവ്ര ചിന്താഗതിയുള്ള ഒരു സംഘടന, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചു. ആളോട് ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അവർ ഒരു ലേഖനം പോലെ എഴുതി ഇറക്കിയിട്ടുണ്ട്. വളരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ്. ഞാൻ എന്തോ കോടികൾ ഉണ്ടാക്കി, കാശുണ്ടാക്കി, ഇപ്പം അടുത്ത് വന്ന വെറും പേപ്പർ വർക്കുകൾ മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് എനിക്ക്, അതിന് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരൊക്കെ സംശയം. ഇപ്പോൾ ജിജിയുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു, അല്ലെങ്കിൽ അജ്മലിനെ അറിയാത്ത ആളുകൾ, പുറത്തുനിന്നുള്ള ആളുകൾ നോക്കുമ്പോൾ ശരിയാണ്. ഇപ്പോൾ ഞാൻ ഈ കണ്ടു, ഈ വീട് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു വീടാണ്. മാരിയോ ബ്രദറിന്റെ കൂടെ നടക്കുകയും ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ മെമ്പറായിട്ടിരിക്കുകയും ചെയ്യുന്ന അജ്മലിന് ഇത്തരത്തിൽ വലിയ വീട് പണിയാൻ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ എങ്ങനെ സാധിക്കുന്നു? പുറത്തുനിന്ന് ഉയരാവുന്ന ചോദ്യമാണ്. അതിനുത്തരം പറയേണ്ടത് അജ്മലിന്റെ കടമയാണ്. ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഈ മാരിയോ ബ്രദറിന്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് പുള്ളിയുടെ എന്താ പറയുക, ഒരു സുഹൃത്ത് ആയിട്ട് മാത്രമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. 2022-23 ലാസ്റ്റ് ഞാൻ
22 ലാസ്റ്റ് 23 അതിനോടനുബന്ധിച്ചാണ് ഞാൻ അവിടുന്ന് ജോലിയിൽ നിന്ന് സ്വന്തമായിട്ട് റിസൈൻ ചെയ്തു. പറഞ്ഞാൽ ഈ സ്റ്റാഫുകൾക്കെല്ലാം ചില സ്റ്റാഫുകൾക്ക് 1-2 സ്റ്റാഫുകൾ ചേച്ചിയുടെ ബന്ധുക്കാരൊക്കെ അവിടെ ഉണ്ട്. അവരുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ ചില ബുദ്ധിമുട്ടുകൾ, പേഴ്സണലി ഉള്ള ബുദ്ധിമുട്ടുകൾ. അവർ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പോൾ അത് ഈ ഒഫീഷ്യലായിട്ട് വിഷയം അല്ലെങ്കിൽ ഞങ്ങളും ബ്രദറും തമ്മിലുള്ള പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിലുള്ള ചില സംസാര വിഷയങ്ങൾ വരുന്നുണ്ട്. ഞാനായിട്ടൊരു റിസൈൻ ഇട്ടു. അന്നും ചേച്ചിയും പറഞ്ഞു എന്നോട്, ബ്രദറും പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ പോയി ഇറങ്ങി. എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് ഈ ലോക്ക്ഡൗണിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഇവരെന്നെ ജോലിയിൽ നിന്ന് ഞാനൊരു ഇതിൽ വരുന്ന മാറി നിന്ന സമയത്ത് എനിക്കൊരു വരുമാന മാർഗ്ഗം എന്നുള്ള തരത്തിൽ ഞാൻ കേരള കാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഏകദേശം ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിലോ 1000-600 വീഡിയോളം എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇത് കാണിച്ചു. ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ പ്രസന്റ്ലി എനിക്ക് യൂട്യൂബിൽ 1,26,000. അതിന്ന് റവന്യൂ അത്യാവശ്യം അതിന് റവന്യൂ എന്ന് പറഞ്ഞാൽ ചാനൽ റവന്യൂ കുറവാണെങ്കിലും ഞാൻ ചെയ്യുന്ന ബിസിനസ് കിട്ടും. ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിനകത്ത് കുറേ വീഡിയോസ് കാണാം, അടിച്ചാൽ കാണാം. യൂട്യൂബിൽ തന്നെ കേരള കാർസ് ഫസ്റ്റ് തന്നെ എന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങി. എനിക്കതിന് കുഴപ്പമില്ലാത്ത വരുമാനം കാര്യങ്ങളുണ്ടായിരുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വീണ്ടും എന്താ പറയുക ചാനലിൻ്റെ പരിപാടികളൊക്കെ മാറ്റി പൂർണ്ണമായി ഫിലോക്കാലിയുടെ സ്റ്റാഫായിട്ട് തന്നെ വർക്ക് ചെയ്തു. ആ സമയത്ത് എനിക്ക് വ്യക്തമായിട്ട് അവിടുന്ന് സാലറിയും ബ്രദർ തന്നിരുന്നു. എത്ര രൂപ തന്നിരുന്നു? എൻ്റെ ഊഹം ശരിയാണ് 10-25 രൂപയുടെ അടുത്ത് ശമ്പളം ഉണ്ട്. കാരണം ഞാൻ ക്യാമറമാൻ കം എഡിറ്റർ കം പുള്ളിയുടെ ബാക്കി കുറേ കാര്യങ്ങൾ, അതായത് പേഴ്സണലായിട്ട് ഇതിൻ്റെ മീഡിയ പ്രൊമോഷൻ ആകുമ്പോൾ അറിയാലോ, നമ്മുടെയൊക്കെ സാലറി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന വർക്കിനെ ബേസ് ചെയ്തിട്ട് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ ഓവർനൈറ്റ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവർ വീഡിയോസ് വർക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മറ്റു പല പ്രോഗ്രാംസും ഇവരെ ഫിലോഗലറി ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് എക്സ്ട്രാ ഇത് കിട്ടും. അപ്പോൾ അത് അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ സാലറി പോയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ ഭാര്യ വരെ എന്നോട് പറഞ്ഞു ഇറങ്ങരുതേ. കാരണം എൻ്റെ മോന് ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ 3.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അന്ന് അവന് ഇത്രയും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ തുറന്ന് എങ്ങനെ ജീവിക്കും? കാരണം അവളെ ഡെലിവറിയുടെ ടൈമിലൊക്കെ ഞാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും തന്നെ അവളെ നോക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യും, കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് പനി വരും, മറ്റേത് വരും, ഒക്കെ നോക്കാൻ നമ്മുടെ കാശിൽ. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം യൂട്യൂബായിട്ട്. അവൾ പറഞ്ഞു പ്രാന്താണ്, യൂട്യൂബായിട്ട് എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഇറങ്ങുന്ന കൃത്യസമയത്താണ് കോട്ടയത്തുള്ള ഒരു ബിജു ബ്രദർ ഉണ്ട്, പുള്ളിയുടെ കൂടെ ഒരു അനീഷ് ഡോക്ടർ ഉണ്ട്. പുള്ളിക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് വണ്ടികളെ കുറിച്ച് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം, ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും അത് എടുത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ പോയി ഞാൻ വണ്ടികൾ നോക്കി അവിടുന്ന് ഒരു വണ്ടി പുള്ളിക്ക് നല്ലൊരു വണ്ടി സെലക്ട് ചെയ്ത് എടുത്തു കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാം 1-2 ചേട്ടന്മാർ എന്നെ സപ്പോർട്ട് ചെയ്യാം, നിനക്ക് ചാനൽ ഉണ്ടല്ലോ, ഞാൻ അതിലിട്ട വീഡിയോസും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഞങ്ങളൊക്കെ ഒരു വണ്ടി എടുത്ത് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ വണ്ടികൾ ഞങ്ങൾ എന്തായിട്ട് ഡൽഹി ഹരിയാനയിൽ പോയിട്ട് ഞാൻ ഇവിടുന്ന് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എടുക്കും. അത് ഒരു വണ്ടിക്ക് ഞാൻ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എൻ്റെ കമ്മീഷൻ വാങ്ങിയിട്ട് അതിൽ ഞാനൊരു അഡ്വാൻസ് ആയിട്ടും ചെറിയൊരു പേയ്മെൻറ്റ് മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നിട്ടും ഓരോ മാസങ്ങളിൽ ഡൽഹി ഹരിയാനയിലൊക്കെ പോയി അവർക്കെല്ലാം വണ്ടികൾ എടുക്കും. അതിനങ്ങനെ വണ്ടികൾ മേടിച്ച ആളുകളുടെ ഏകദേശം കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ ഫുൾ ഡോക്യുമെൻറ്റ്സ് ആണ്. ഞാൻ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. കസ്റ്റമേഴ്സിൻ്റെ പലരും ഡീറ്റെയിൽ ആധാർ കാർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കില്ല. അങ്ങനെ ഫുൾ ഒരു ഡാറ്റ. ഇതിപ്പോൾ അവരെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ, മേടിച്ച വണ്ടി ഏതാണ്, അതിൻ്റെ പേയ്മെൻറ്റ് എന്താണെന്നുള്ള മാത്രമാണ് ഇതിനകത്ത്. ഇത് അങ്ങനെ ഒരു ഫയൽ സെറ്റ് എൻ്റെ അടുത്തുണ്ട്. ഇത് മാത്രമല്ല ഇതേപോലെ പല റെക്കോർഡ്സും അവർക്ക് ഞാൻ വണ്ടി കൊടുത്തതിൻ്റെയും വന്നതിൻ്റെയും എനിക്ക് എൻ്റെ ബാങ്കിലെ അക്കൗണ്ടിലാണ് കാശ് മൊത്തം ഞാൻ മേടിക്കുന്നത്. ഞാൻ ബൈ ഹാൻഡ് ക്യാഷിൻ്റെ പരിപാടിയല്ല. എൻ്റെ 3 അക്കൗണ്ടുകൾ, അതായത് ഇപ്പം എൻ്റെ നിലവിൽ ആക്റ്റീവ് ആയിട്ടുള്ള 3 അക്കൗണ്ട്, 2 അക്കൗണ്ട് ഫെഡറൽ ബാങ്കിലും 1 അക്കൗണ്ട് ആക്സിസ് ബാങ്കിലും, അതായത് 2 സേവിങ്സ് അക്കൗണ്ടും 1 കറണ്ട് അക്കൗണ്ടാണ് എനിക്കുള്ളത്. ഈ 3 അക്കൗണ്ടിലും ഞാൻ മേടിച്ച കാശുകളുടെ എല്ലാം ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ, അത് ആര് എപ്പോൾ എങ്ങനെ എവിടുന്ന് കാശ് തന്നു എന്തിന് തന്നത് എൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. ഒരു 10-200 വണ്ടിയുടെ മേലെ ഞാൻ എടുത്ത് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പലതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാറില്ല, ചിലതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യും. ഇപ്പോൾ ഈ തിരക്കുകൾ കാരണം ഞാൻ 10-15 ദിവസമായിട്ട് എൻ്റെ ചാനൽ പോലും നോക്കിയിട്ടില്ല. എൻ്റെ അവസ്ഥ അതാണ്. ചില 1-2 പേരൊക്കെ എനിക്ക് കാശ് ഇട്ടുന്നുണ്ട് വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടി എടുത്ത് കിട്ടുന്ന കാശെന്നാണ് ഈ കാണുന്ന വീടും വണ്ടി മേടിച്ചത്. ഇനി വീട് മേടിച്ചെങ്കിലും ഈ വീട് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നല്ലത് വീടല്ലേ, ഇതിങ്ങനെ പണിതൊരു വീട് മേടിച്ചത്. ഇതിനകത്ത് ആകെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ മാത്രമാണ്. ഇത് മേടിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എനിക്ക് കാശ് കിട്ടിയിട്ടില്ല. പുള്ളിക്കാരി പറഞ്ഞാൽ 10 ലക്ഷം ഞാൻ കൊടുത്തു, 5 ലക്ഷം ഞാൻ ചിട്ടി പിടിച്ചു, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഈ വീട് ജിജി വന്ന് കണ്ടിരുന്നോ? ചേച്ചി വന്നിട്ടില്ല, വരൂല. അപ്പോഴത്തേക്കൊക്കെ അടിയായിരുന്നു അല്ലേ? അപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ കച്ചറായിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു വരാം എന്ന് പറയാന്നുള്ളത്, വന്നിട്ടില്ല. ബ്രദർ 1-2 വട്ടമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് കാട്ടി, വണ്ടിയാണ് പിന്നെ അവരടുത്ത് പറയുന്നത്. വണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് മഹേന്ദ്രൻ്റെ താർ 2022 വണ്ടിയാണ്. അത് ഡൽഹി രജിസ്ട്രേഷനാണ്. കാരണം ഞാൻ അവിടെയും ഇവിടെയും മാറി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. എൻ്റെ കയ്യിലൊരു ഹോണ്ട സിറ്റി ആയിരുന്നു. എൻ്റെ ആകെയുള്ളൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു ഹോണ്ട സിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഹോണ്ട സിറ്റി ഇങ്ങനെ കൊടുക്കാനുള്ളൊരു പ്ലാനുണ്ട്. എനിക്ക് കുറച്ചും കൂടി വലിയൊരു വണ്ടി മേടിക്കണം. കാരണം ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം യാത്രകൾ പോകാനായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വണ്ടികൾ നമ്മളിവിടെ കൊണ്ടുവന്ന് പണിച്ചൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ എനിക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ അത്യാവശ്യം റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ള ലെവലിൽ ഹോണ്ട സിറ്റി പറ്റുന്നില്ല, പലപ്പോഴും ബുദ്ധിമുട്ടാണ്.
അങ്ങനെ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ഹോണ്ട സിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ടീം എടുക്കാൻ തന്നു. ആ കാശും പിന്നെ എൻ്റെ ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള എൻ്റെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്, സജി എന്ന പേര്. പുള്ളിക്കാരൻ തലശ്ശേരിക്കാരനാണ്. പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നു. അതും പാടെ കൂട്ടിയിട്ടാണ് ഞാൻ ഈ താറ് മേടിക്കുന്നത്. അതിൽ പുള്ളിക്ക് ഞാനിപ്പോൾ എൻ്റെ ശരിയാണെങ്കിൽ ഒരു 1-2 ലക്ഷം രൂപയെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി കൊടുക്കാൻ കിടക്കണം. ഞാൻ പുള്ളിയോട് ഇന്ന് നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് 2 ദിവസം മുമ്പ്, എന്താണ് മോൻ ഒരു വിവരമില്ലല്ലോ, പൈസ വല്ലതും അയക്കണോ എന്ന് വെച്ചിട്ട്. ഇതൊക്കെയാണ് അജ്മലിന്റെ സമ്പാദ്യം. ഇതാണ് എൻ്റെ സമ്പാദ്യം. പിന്നെ എനിക്ക് 2 ബൈക്ക് ഉണ്ട്. 2 ബൈക്ക്. ഒന്ന് ഒരു 600 ആണ്, ഞാൻ അതിൽ ആഗ്രഹിച്ച് മേടിച്ചതാണ്. പിന്നെ ഒരു യമഹയുടെ ചെറിയൊരു ബൈക്കാണ്. അത്രയൊക്കെ തന്നെയാണ്. ജിജിയുടെ വീഡിയോയില് മകള് വൈകാരികമായി പറയുന്നുണ്ട് അജ്മലിനെ ഒഴിവാക്കണം. അപ്പോൾ ബ്രദർ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ മുമ്പ് സംസാരിച്ച കാര്യങ്ങളും കൂടി അവർ പോസ്റ്റ് ചെയ്യണമായിരുന്നു. അതായത് ബ്രദർ ഇവരോട് നല്ല ലെവലിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന തെണ്ടിത്തരങ്ങൾ നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്, അമ്മ ഈ തെറ്റ് തിരുത്തി ഈ പറഞ്ഞ ലെവലിൽ ഫൗണ്ടേഷനിൽ ചേർന്ന് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്നെയും മാഷിയും പുറത്തു വിടാന്ന് ആ വീഡിയോയിൽ പറയുന്നില്ലേ. ലാസ്റ്റ് കച്ചറ കൂടുന്നതിലും പറയുന്നുണ്ടല്ലോ. ആൾക്കാർ അത് ശ്രദ്ധിച്ചില്ല. അതിനു മുമ്പ് ഒരു വീട് അതിൽ വന്നുകൊണ്ട് അതുമ്മ കയറി പിടിച്ചു. അതായത് പുള്ളിക്കാർ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ആ ഫണ്ട് തിരിച്ച് ഗവൺമെന്റിലേക്ക്, അതായത് ഇപ്പോൾ ഈ വീട് മേടിച്ചു, പെട്ടെന്നൊരു സുപ്രാത്ത് പോയിട്ട് ആ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റില്ലല്ലോ. ഈ വീട് വിൽക്കണം. ഇത് പുള്ളിക്കാരുടെ അനിയൻ്റെ പേരിലാണ് കിടക്കുന്നത്. അനിയൻ്റെ പേരില്ല, അതിൽ ലോണോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊരു ബയ്യറെ കണ്ടുപിടിച്ച് ഇത് വിറ്റ് ഈ പൈസ ട്രസ്റ്റിലേക്ക് അടയ്ക്കണം. ഫൗണ്ടേഷനിലേക്കല്ല, ട്രസ്റ്റിലേക്ക് അടയ്ക്കണം. ആ പൈസ കൊണ്ട് പണി പെൻഡിങ് നിൽക്കുന്ന വീടുകളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ചെയ്താലാണ് പുള്ളിക്കാർ ചെയ്ത തെറ്റ് തിരുത്തിയെന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ പറയട്ടെ, ഞാൻ തിരുത്താം എന്ന് പറഞ്ഞിട്ട് തിരുത്തിയിട്ടില്ല. പല വട്ടം പുള്ളിക്കാർ കള്ളുകൂടി നിർത്തിയതാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല. പല ബന്ധങ്ങളും പുള്ളിക്കാരി നിർത്തിയെന്ന് പറഞ്ഞാണ്, ഇതുവരെ നിർത്തിയിട്ടില്ല. 2 ദിവസം പറയും, 3-ാമത്തെ ദിവസം അടിച്ചു വന്നതിൻ്റെ മേലെ പാമ്പായി കയറും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? അജ്മൽ മാത്രമല്ല, ദേവസേനയുടെ സാറെ പേരുണ്ടായിരുന്നു, വെട്ടിയതായിരുന്നു. ഓഡിയോ കട്ട് ചെയ്ത് ആ ഓഡിയോ കേട്ടാൽ തന്നെ മനസ്സിലാവും പീസാ. കാരണം കോമൺ സെൻസിലാണ്. ഇപ്പം നമ്മളൊക്കെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് സാഹചര്യങ്ങൾ സിറ്റുവേഷനൊക്കെ മാറിയിട്ടുണ്ടെന്നില്ല. ആ ടോണ് മാറുമ്പോൾ, അതായത് ഞാനൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ വോയിസിൻ്റെ ഗെയിൻ ലെവൽ മാറുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് പീസ് മാറിയെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഇവർ എഡിറ്റ് ചെയ്ത് അവരുടേതായ ഭാഗമാക്കിയിട്ട് അവർ ഇറക്കിയതാണ്. കാരണം അന്നത്തെ ആ വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ട് ഈ മേടിച്ച സ്വത്തിൻ്റെ കണക്ക്, ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കലി ഷോ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലെവലിൽ 1 മണിക്കൂറോളം അപ്പനും അമ്മയും ഇപ്പോൾ ഈ വീട്ടിലൊരു പ്രശ്നം നടക്കുകയാണ്. ഞാൻ എൻ്റെ ഭാര്യയും തമ്മിൽ എന്തോരം അടി ഉണ്ടായിരുന്നതാണ്. ഇവിടെ പുറത്ത് വിട്ട് വരെ ഞങ്ങൾ തമ്മിൽ തല്ലുകൂട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് വിട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ചർച്ച കൂടുമ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരുന്ന് സംസാരിക്കും. ആ സംസാരിക്കുന്നതിൻ്റെ ഭാഗങ്ങൾ ഫോണിനകത്ത് ഓഡിയോ പോലെ റെക്കോർഡ് ചെയ്തിട്ട്, വീഡിയോ മടിയിൽ വെച്ചിട്ട് എന്തായാലും റെക്കോർഡ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്തിട്ട് വേണ്ട ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ടിട്ട് പച്ചയ്ക്ക് നാറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്ത ഇതാണ്. മനസ്സിലായില്ല? പച്ചയ്ക്ക് അത് ഇന്നലെ ഒറ്റവട്ടം സംഭവിച്ചല്ല. കാരണം അങ്ങേരും അവരും തമ്മിൽ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. മുമ്പ് എപ്പോഴോ സംഭവിച്ചത്. അത് ഈ ഫൗണ്ടേഷൻ തുടങ്ങിയ സമയത്ത് അറിഞ്ഞപ്പോൾ ബ്രദർ അവരോട് പറഞ്ഞു എന്തിനാണ് ഞാൻ തുടങ്ങി. മോൾ ആദ്യം നല്ല ലെവലിൽ സംസാരിക്കുന്ന ആ കുട്ടി നല്ല ലെവലിൽ സംസാരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന അലിഗേഷൻസ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ പറഞ്ഞ അമ്മ ഈ തെറ്റ് തിരുത്തി ഈ സംഘടനയിൽ ജോയിൻ ചെയ്യാം. കാരണം അമ്മേനെ എനിക്ക് അല്ലാതെ വിശ്വാസമല്ല. കൂടെ നടക്കുന്ന ആൾ പറ്റിച്ച വഞ്ചകയായ ഒരു ഭാര്യ ആരെങ്കിലും വിശ്വസിക്കും? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ ഇത് നിന്റെ തെറ്റ് തിരുത്തി നീ ഇതിൽ ചേര്, എന്നിട്ട് അജ്മലിനെ പുറത്താക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ബ്രദർ പറയുന്നില്ലേ, അതായത് മകള് പോയി ചത്താലും അജ്മലിനെ ഒഴിവാക്കില്ല. അതാ പറയുന്നത്. ഇത് അവരെ വാശി, അത് പുള്ളി സമ്മതിക്കില്ല. അത് ചേച്ചി മോളെ എന്തോ ത്രെറ്റനിങ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പറയാണ്. അതായത് മോളെ ഒറ്റയ്ക്ക് സംസാരിക്കില്ല. ഈ മോള് നല്ല ലെവലിൽ അപ്പനോടൊന്ന് സംസാരിക്കട്ടെ. ഇല്ലല്ലോ, അപ്പനെ വിളിക്കണം ബാസ്റ്റേഡ് നിന്ന്. അപ്പം ആ മോളുടെ ഭാവി പോയില്ലേ ഈ അമ്മകാരൻ. നാളെ ഈ മോള് ഇപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് വരേണ്ട ഒരു വ്യക്തിയാണ്. നാളെ ആ പുള്ളിക്കാരി വന്നിട്ട് ഈ കുട്ടി വന്നിരുന്ന് കൗൺസിലിംഗ് ചെയ്യാൻ കേൾക്കാൻ വരുന്നു. ഈ ഓഡിയോ എടുത്ത് കേൾപ്പിച്ച ആ കുട്ടിയുടെ ഭാവി എന്തായി ചിന്തിച്ച ഈ അമ്മ, ഈ അമ്മേനല്ലേ കൊണ്ടേ തുലച്ചത്. ഒരു മകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അപ്പനാണ് അമ്മയാണോ കെയർ ചെയ്യേണ്ടത്? അവരായിട്ട് ഉണ്ടാക്കിയ മേനല്ലേ ഇത്? അവർ സിമ്പിളായിട്ട് തീർക്കായിരുന്നല്ലോ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ആദ്യം പറഞ്ഞല്ലേ, ഇത് ഈ ഓഡിയോ സംഭാഷണം വരുന്നതിന് മുമ്പ്, ഈ അമ്മ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഈ അപ്പനാണെങ്കിൽ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പേ ബ്രദർ വ്യക്തമായ കണ്ടീഷൻ വെച്ചതാണ്. ഇപ്പോഴും ബ്രദർ ആ കണ്ടീഷൻ ഉറച്ചു പറയുന്നുണ്ട്. കാരണം പുള്ളിയുടെ ആവശ്യം എന്താണെന്നറിയോ, ഇവർ പറയുന്നത് ഇപ്പം അംഗീകരിച്ച് കൊടുത്ത് ഇവർ പറയുന്നതൊക്കെ ശരിയെന്ന് പറഞ്ഞ് അവരെ ട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ട്രസ്റ്റിന് കിട്ടില്ല. ഇതെല്ലാം അവരുടെ കുടുംബക്കാരെ സ്വത്തായി പോവും. നാട്ടുകാർ അധ്വാനിച്ച് ഓരോ വ്യക്തികൾ, ഞാനടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ, പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾ അവരുടെ കഷ്ടപ്പാടിൻ്റെയും വേർപ്പിൻ്റെയും ഒരു വില കൊടുത്തത്
ഇവരുടെ പുട്ടടിച്ചിരിക്കല്ലേ. പക്ഷെ ബ്രദർ ആ പറഞ്ഞാല് മകള് പോയി ചത്താലും അജ്മലിനെ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് കുറച്ച് കടന്നു കൈയായിപ്പോയില്ല. അതാണ് ഇപ്പൊ ആളുകൾ കേട്ടിരിക്കുന്നത്. അതാ പറഞ്ഞത്. അതിന് മുമ്പ് വല്ലതും പറയണായിരുന്നു. അത് പുള്ളി അത് പറയാനല്ല, മോളോട് പറയുന്നത് കാര്യമുണ്ട്. മോളെ നീ സത്യം മനസ്സിലാക്കണം. അമ്മ ചെയ്ത് തെറ്റ് തിരുത്തി, അമ്മ അതിൽ വാ. അടവണോടും പറയണ്ട, നീയും വാ, ട്രസ്റ്റിലേക്ക് വാ. പക്ഷെ അടവണക്കില്ല തന്നെയാണിത്. അവൾ തന്നെയാണ് മുൻപേ നീ ട്രസ്റ്റ് മുന്നോട്ട് ഡയറക്ടറായിട്ട് നിന്ന് നയിക്കേണ്ടത്. അത് അവൾക്കും കൂടി ഉത്തരവാദിത്തമാണ് അതിൽ. കാരണം നാളെ ഇവളിരിക്കുമ്പോൾ അമ്മ അതേ കളത്തരം കാണിച്ചാൽ അവൾ കളിയാവില്ലേ. അത് നിനക്ക് ഈ തെറ്റ്, അപ്പനെ പറ്റിയ തെറ്റ് മോൾക്ക് വരരുത് എന്നുള്ള പ്രതിവാത്സല്യം കൊണ്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. പുള്ളി എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നീ ചെയ്ത തെറ്റ് തിരുത്തിയിട്ട് നീ ട്രസ്റ്റിൽ വാ, വന്നതിന് ശേഷം എന്നെ പുറത്താക്കാം. അതിന്റെ റീസണും പുള്ളി അതിൽ പറയുന്നുണ്ട്. അല്ലാതെ എന്നെ പുറത്താക്കാൻ പറ്റില്ല. പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മ ചെയ്തത് എന്തിനാ? അമ്മ തിരുത്തൂല. അമ്മ തെറ്റ് തിരുത്ത്. ഇപ്പോഴും പുള്ളി തന്നെയാണല്ലോ പറഞ്ഞത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പുള്ളി ഇത്രയും വിഷയങ്ങൾ നടന്നു, ഇത്രയും ഇത് വന്നിട്ടും ആ മീഡിയ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അജ്മലിനെ എപ്പോഴും ഒഴിവാക്കുന്നില്ലെന്ന്. പുള്ളി പറയുന്നത് വെച്ചാൽ അജ്മലിനെ ഒഴിവാക്കാം, ഞാൻ ഒഴിവാക്കാൻ ഇപ്പോഴും റെഡിയാണ്. പുള്ളിക്കാരി വന്നിട്ട് പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ പറയുകയാണ്, ഞാൻ ചെയ്തത് ഇന്ന തെറ്റും. ആ സ്ഥലം വാങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രൂഫ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഡോക്യുമെന്റ്സും പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. അത് വിറ്റ് അല്ലെങ്കിൽ അതിന് എത്ര രൂപ ചിലവ് വന്നു, എവിടുന്ന് കിട്ടിയ ആ പൈസ തിരിച്ച് ട്രസ്റ്റിലേക്ക് അടയ്ക്കുക. മനസ്സിലായി? എന്നിട്ട് മാതൃകയാവുക. ട്രസ്റ്റിലേക്ക് അടയ്ക്കേണ്ട ബുദ്ധിമുട്ടാണെങ്കിൽ പെൻഡിങ് നിൽക്കുന്ന വീടിൻ്റെ വർക്കുകളുണ്ടല്ലോ, തീർക്കുക. എന്നിട്ട് പുള്ളിക്കാരി മാതൃകയായി കുടി നിർത്തി ബ്രദറിൻ്റെ അടുത്തേക്ക് പോവാ, ഞാൻ പോയേക്കാം. ഒരു സമയം അപ്പനൊപ്പം അടിയുറച്ച് നിന്ന 2 പെൺമക്കളല്ലേ അവര്? ഇല്ല അപ്പൻ്റെ ഒപ്പം എന്നല്ല, അമ്മയുടെ ഒപ്പം നിന്നിട്ടില്ല. മക്കൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ സൈലന്റ് ആയിരുന്നു. അമ്മ ചെയ്യുന്ന പല തെണ്ടിത്തരങ്ങളും കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് അപ്പനെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട് ഈ 2 മക്കളും. ഇപ്പോഴും മൂത്ത കുട്ടിയുടെ ഭാഗമല്ലേ വന്നിട്ടുള്ളൂ, ചെറിയ കുട്ടി എന്താ മിണ്ടാത്ത? ആ കൊച്ചെന്താ പറയണ്ട? നമ്മൾ ചിന്തിക്കണം. അതായത് ഇതിൽ ആ കൊച്ചിനെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഇട്ടെങ്കിൽ ആ കൊച്ചിനോട് ചോദിക്കേ. ചില കാര്യങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നില്ല, ആ കൊച്ചിനോടും ചോദിക്കണം. കാരണം വെച്ചാൽ ഇപ്പോഴും ബ്രദർ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, ചേച്ചി ഇതെല്ലാം തിരുത്തി വരണം എന്നാണ്. ഓക്കെ, 13-ാം തീയതി ഇതിൽ എന്നെ വിളിക്കുകയാണ് പുള്ളിക്കാരി, കോൾ ചെയ്യാണ്. പുള്ളിക്കാരി പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു. ഫോണിൽ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാം റെക്കോർഡാണ്, അല്ലെങ്കിൽ ഈ വിഷയമാണ് പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ. എൻ്റെ ബാക്കി പേഴ്സണൽ കാര്യങ്ങളില്ല അത്. അപ്പം അതിൽ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയുന്ന ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ചേട്ടായിയോട് വരാൻ പറയാം, അതായത് ബ്രദറിനോട് വരാൻ പറയുക. കാരണം അജ്മലിനാണ് ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആക്ച്വലി എനിക്കും കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല, ഞാനും വേറെ ആൾ വഴിയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആളോട് വരാൻ പറയുക. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം, 2 കൂട്ടരും പാടെ ഒരു വീഡിയോ ഇടുന്നു. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ചിരിച്ച് ഇതാക്കിയിട്ടൊരു വീഡിയോ. ഞാനും ചേട്ടായും തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ ചെറിയ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അത് 2 പേരും കൂടി, ഒറ്റയ്ക്കല്ല. പുള്ളിക്കാർ ഒറ്റയ്ക്ക് തെറ്റ് സമ്മതിക്കണമെങ്കിൽ ഓക്കെ. ഇത് 2 പേരും പാടെ ചെന്ന് ബ്രദറും പറയാൻ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, അവൾക്കൊരു അബദ്ധം പറ്റിയാണ്, ഞാൻ അവളോട് ക്ഷമിച്ചു, കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരെ വലിയൊരു പൊടിയില്ല. അപ്പം നിങ്ങൾ മീഡിയക്കാരൊക്കെ ആരായി ഫുള്ളായി. ഇതിനിടയിൽ കമൻറ്റ് ടോമാരായി, മണ്ടന്മാരായി. ഇങ്ങനെ ഇവരെയൊക്കെ മണ്ടനാക്കിയിട്ട് നമുക്കും എന്ത് ചെയ്യാം, നമ്മുടെ വക്കീലന്മാരെ വെച്ചിട്ട് മധ്യസ്ഥ തീർക്കാം. ആ മധ്യസ്ഥ തീർക്കണം എങ്ങനെയെന്നറിയോ? നമുക്ക് ആദ്യം നമ്മുടെ ഇവരെ സ്വത്തുക്കളൊക്കെ ഈക്വലായിട്ട് വിഭജിക്കാം. 2 പാർട്ടായിട്ട് കറക്റ്റായിട്ട് ഈക്വലായിട്ട് വിഭജിക്കാം. എന്നിട്ട് ഇവർക്ക് മ്യൂച്വലായിട്ട് ഡിവോഴ്സ് കൊടുക്കണം. അപ്പോൾ പറഞ്ഞ പ്രശ്നമില്ല, നല്ല ഓപ്ഷനാണ്. ഞാൻ ബ്രദറിനോട് പറഞ്ഞു ഇങ്ങനൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, ബ്രദറിന് സ്വീകാര്യമാണെങ്കിൽ ചെയ്യും. ബ്രദറിനോടൊന്നു എൻ്റെ തലേനെ പോയാലും ശരി, അന്യാധീനമായിട്ടുള്ള 1 രൂപ എൻ്റെ മക്കളിൽ നിന്നല്ല, എൻ്റെ ഭാര്യ എന്നല്ല, ഞാനും തിന്നില്ല. പുള്ളി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങൾക്കുള്ളൊരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് കേട്ടോ. ഫൗണ്ടേഷൻ നിർത്തി, ട്രസ്റ്റ് നിർത്തി, പുള്ളിയുടെ ലെവലിൽ സന്യസിക്കാൻ എന്തെന്ന് വെച്ചാൽ പുള്ളി പോവാം. തമ്മിൽ തലങ്ങ ഒന്നിനും പുള്ളി വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളി സൈലൻ്റായിട്ട് എവിടെയെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിരിക്കാനോ പഠിക്കാനും കാര്യങ്ങൾക്കാണ് പുള്ളിക്ക് ആഗ്രഹം. ആ വഴിക്ക് പുള്ളി പോകുന്നതാണ് ഇപ്പോൾ പുള്ളി പറയുന്നത്. മിക്കവാറും അത് തന്നെ സംഭവിക്കും. പുള്ളിയുടെ മൈൻഡിൽ ഇപ്പോഴത്തെ തീരുമാനമാണ്, ആരോടും ഒരു ബന്ധം വേണ്ട. എന്നോട് പറയാം ഞാൻ കാരണം നീയും കൂടിയും ബുദ്ധിമുട്ടായില്ലെന്ന്. എൻ്റെ ഭാര്യയ്ക്ക് എന്നല്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ സങ്കടം. എന്നോട് അടുത്ത് അറിയുന്ന, എന്നെ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അല്ലാതെ എൻ്റെ പല ഫാമിലി ഫ്രണ്ട്സും എന്നോട് മുമ്പ് പരിചയമുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കാൻ എന്താ വെച്ചാൽ പ്രശ്നം, നീ എന്തിനത് ഇത്ര റിസ്ക് എടുത്ത് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്, വിട്ടേരുന്നു. ഞാനൊക്കെ അവരോട് പറഞ്ഞ കാര്യമുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം തന്ന ആളാണ്, ഒരു നേരത്തെ ഇത് തന്നതാണ്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ, ഇട്ട് പോവാണോ വേണ്ട വഴിയിൽ. ഇതിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോഴും ഇതൊന്നും പിന്മാറാനോ അല്ലെങ്കിൽ ഞാനാണ് അവരുടെ കുടുംബം തകർക്കുന്നത് പറയുന്ന ആളുകളോട് ഞാൻ പറയാണ് 100% ഈ വീഡിയോ ഒരു പ്രൂഫ് ആക്കിയിട്ടെന്ന് വെച്ചോ, ചേച്ചി ഇതേപോലെ ഒരു വീഡിയോ പറഞ്ഞാൽ മതി, എൻ്റെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എൻ്റെ കാര്യങ്ങൾ ഇതാണ്, 4 ലക്ഷം രൂപയാണ് ഇൻകം ടാക്സ് കഴിഞ്ഞ ഇതിൽ റിട്ടേൺ അടച്ചിരിക്കുന്നത്, ഇത് എനിക്കായിട്ട് യാതൊരു ബന്ധമില്ല, ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് പുള്ളിക്കാരി അതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാറും. ഞാൻ മാത്രമല്ല കേട്ടോ, ദേവസ്യ ആൻ്റണി സാറും മാറാമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും വരെ 1 രൂപ പോലും വേണ്ട. പിന്നെ
ഇപ്പോൾ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ ഇന്റൻഷൻ പ്യുവർ ആണെന്നാണോ പറയുന്നത്? ഞങ്ങളുടെ ഇന്റൻഷൻ പ്യുവർ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവരിപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഈ ട്രസ്റ്റിൽ നിന്ന് ഞാൻ എന്തോ സ്വത്തുക്കളൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്, എൻ്റെ വലിയ വരുമാനത്തിൻ്റെ സോഴ്സ് ഇതാണെന്നല്ലേ. കൊടുക്ക്, കംപ്ലൈൻറ്റ് കൊടുക്ക്. അവർ പറയുന്ന ഏത് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ഏത് അക്കൗണ്ട് വേണമെങ്കിലും എൻ്റെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്. അന്വേഷണം വന്നാൽ നിങ്ങളെ അടക്കം പരിശോധിക്കണം. എനിക്കതാ വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ പ്രസൻ്റ്ലി ഒരു 4-5 മാസമായിട്ട് കമ്പനി രജിസ്റ്റർ ആയിട്ടുണ്ട്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ എല്ലാ പ്രൂഫുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. എനിക്കതുകൊണ്ട് പേടിയില്ല. ഇപ്പോഴും എൻ്റെ ബാങ്ക് ബാലൻസ് എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതിലും ഓരോ രൂപ ആര് തന്നതാണെന്നും ഞാൻ ആർക്കൊക്കെ പൈസ കൊടുക്കാണ്ടെന്നും ഞാൻ എന്തൊക്കെ ചെയ്യാണ്ടെന്നും എന്തൊക്കെ ചെയ്യില്ല എന്നുള്ളതും എനിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഇതൊന്നും ഞാൻ ഫിലോക്കാലിയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. എൻ്റെ സ്വന്തം കേരള കാർസ് എന്നുള്ള എൻ്റെ സ്വന്തം ചാനലിൻ്റെ എൻ്റെ സ്വന്തം ബിസിനസ്സിൽ ഞാൻ കെട്ടിപ്പടുത്താണ്. ഇന്നലെ എൻ്റെ കൂടെ നടക്കുന്ന എന്നോട് വിളിച്ചിട്ട് ചോദിക്കണം, നിനക്കിപ്പോൾ കുഴപ്പമില്ലാത്ത റീച്ചും മര്യാദ ലെവലിൽ പേരുണ്ട്, പിന്നെ എന്തിനാ ഈ നാറ്റക്കേസിൻ്റെ പുറകെ പോകണമെന്നാണ്. ഞാൻ നാറ്റക്കേസിൻ്റെ പുറകെ പോയതല്ല. ആ മനുഷ്യൻ സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയതാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു തരത്തിലും വന്നിട്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ. ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ബോർഡ് മീറ്റിംഗ് കൂടിയപ്പോൾ ഓപ്പണായിട്ട് ചോദിച്ചു പോയി, ആ ബിൽഡിംഗ് മേടിക്കാൻ കാശ് എവിടെ നിന്ന് കിട്ടി, ഈ കുടിച്ച് നടക്കാൻ പൈസ എവിടുന്നാ, എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്, ഇതേ ചോദിച്ചുള്ളൂ. അതിനുള്ള ഉത്തരം അവർ തരുന്നില്ല. പല ആളുകളും വിളിച്ച്, പല മീഡിയക്കാരും വിളിച്ച് അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, എനിക്കിതൊന്നും പറയാൻ താല്പര്യമില്ല, ഞാൻ പ്രാർത്ഥിച്ച് ഇതെല്ലാം സഹനമായിട്ട് എടുക്കാൻ പോകുന്നത്. നാട്ടുകാരെ കാശും മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ടാണ് പറയുന്നത് സഹനം. 2 പെൺമക്കളല്ല, അത്യാവശ്യം പ്രായമുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് അമ്മയോടൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ അതിനെന്തായിരിക്കും കാരണം? ഇല്ല, അവർ അമ്മയോടൊപ്പം ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവരെ സ്റ്റാൻഡ് പറഞ്ഞിട്ടില്ലല്ലോ, അവർ അമ്മയോടൊപ്പം പറഞ്ഞു. ഇങ്ങനെ ഒരു മദ്യത്തിന് അഡിക്റ്റ് ആയ ഒരു അമ്മയോടൊപ്പം അവരുടെ ജീവിതം എത്രത്തോളം സേഫ് ആണ്? അപ്പോൾ അത് അവർ ചിന്തിക്കണം. അത് ഞാൻ പറഞ്ഞേ, ഇതിപ്പോൾ എന്താ വെച്ചാൽ ചേച്ചിയുടെ പാരൻസോ അല്ലെങ്കിൽ ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇതിപ്പോൾ ഞാൻ ഇല്ല കാര്യം പറയുന്നത്, ഇതിപ്പോൾ മീഡിയയിലൊക്കെ ഇപ്പോൾ ആക്ച്വലി ഒരു 1-2 ദിവസം കഴിഞ്ഞാൽ ഈ വാർത്ത പോവും, അടുത്ത സബ്ജക്റ്റ് കയറി വരും, അടുത്ത കാര്യങ്ങളാവും സംസാരം. ഇവരെ വഴിക്കങ്ങ് വിടും. ഒരു തരത്തിലുള്ള പ്രോഗ്രാമോ കാര്യങ്ങളൊന്നുമില്ല, കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലാതെ പല അവസ്ഥയിലേക്കും അവരെത്തപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന് നാളെ അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ ഇപ്പം അവരെ കൂടുതൽ എത്ര പേരുണ്ടെന്നെല്ലാം നോക്കിയാൽ മതി, മനസ്സിലാവും. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഈ ചേച്ചി ഇത്ര സത്യസന്ധയാണെങ്കിൽ ചേച്ചി തന്നെ പറഞ്ഞു അവരെ സ്റ്റാഫിനെല്ലാം ട്രാപ്പ് ചെയ്തു, അല്ലെങ്കിൽ സ്റ്റാഫെല്ലാം അവിടുന്ന് ഞങ്ങൾ ഫിലോക്കാലിയ ഫൗണ്ടേഷനിലേക്ക് മാറ്റി എന്നുള്ളത്. നിങ്ങളൊരു പ്രസ്ഥാനമായിട്ടിരിക്കുന്നല്ലേ, നിങ്ങൾക്ക് എത്ര സ്റ്റാഫുണ്ട്? അതിന്ന് ഒരു സ്റ്റാഫ് പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മാറിപ്പോവുകയോ ചെയ്താൽ അറിയാം, ചിലപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമുണ്ട്. എല്ലാ സ്റ്റാഫും പോവും. എല്ലാ സ്റ്റാഫും പോയിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്തില്ല തെറ്റ്? ഒരു പ്രസ്ഥാനത്ത് നിന്ന് സകല സ്റ്റാഫുകളും ഒറ്റ ദിവസം കൊണ്ട് മടുത്തിറങ്ങി പോവാണ്. അത് ഇവരവിടെ കാണിച്ച പല തെണ്ടിത്തരം കൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ട പല ആളുകളെയും കൊണ്ടുവന്നിട്ട് സ്റ്റാഫിനെ ഭരിക്കുകയാണ്. അവിടെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ആളവിടെ വന്നിട്ട് അവരോട് ചൂടാവുകയാണ്. നാളെ തൊട്ട് ഇവിടുന്ന് ഒരുത്തനും ഒരു കാര്യം പുറത്ത് പറഞ്ഞേക്കരുത്, പറഞ്ഞാൽ എല്ലാത്തിനും അടിച്ചു കൊല്ലും. ആരാവൻ? സ്റ്റാഫുകൾ ചോദിക്കുക ആരാവൻ? വീഡിയോ ഉണ്ട്, ഞാൻ തമാശ പറയുന്നില്ല, വീഡിയോ ഉണ്ട്. അവിടുന്ന് സ്റ്റാഫുകൾ അയച്ചു തന്നതാണ്. ഈ വന്ന വ്യക്തി എന്ത് മോട്ടീവോടെ വന്നു, നാളെ കണക്കിന് സ്റ്റാഫിനെ പിടിച്ച് അടിക്കില്ലെന്നൊന്നും ഉറപ്പ്. അല്ലെങ്കിൽ ചേച്ചി 2 അടിച്ച സ്റ്റാഫുകൾ അടിക്കും. എന്നെ തല്ലിയിട്ടുണ്ട്, അതിൽ സ്റ്റാഫുകൾക്കും കൊടുത്തിട്ടുണ്ട്. അജ്മലിനെ എത്ര പ്രാവശ്യം തല്ലിയിട്ടുണ്ട്? എനിക്ക് അടി കിട്ടിയത് 1-2 വട്ടം കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളൊക്കെ നല്ല തെറിയും. പിന്നെ കിട്ടാൻ നമ്മളേക്ക് ഞാൻ മാറിപ്പോകല, ഞാൻ മിണ്ടില്ല, ഞാൻ സൈലന്റ് ആയിട്ട് മാറിപ്പോകും. ഒരു തവണയെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് അടിയായപ്പോൾ ഇവര് വീഡിയോയിൽ കൂടെ കയറി ഭീഷണിയുണ്ട്. ആ ദേവസ്വം മാഷ ഒരു വീഡിയോ വന്നില്ലേ, അതുപോലെ ഇങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. വന്നിട്ട് ഞാൻ നാളെ വല്ല തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞു പേടിച്ചിട്ട് ഞാൻ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് വേണോ? ഞാൻ എപ്പോൾ വേണേൽ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അക്നോളജ്മെൻറ്റ് അടക്കണ്ട എൻ്റെ കയ്യിൽ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഞാനപ്പോൾ അവിടെ ഞാൻ കേസ് കൊടുത്തപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് വേണ്ടത് ഇവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നാറ്റിക്കുകയെ അല്ലെങ്കിൽ എന്താ പറയുക, ഇവരെ കുറ്റം പറയല്ലോ വേണ്ടത്. ഇവരെവിടെ വരരുത്, എൻ്റെ വീട്ടിൽ വരരുത്, എൻ്റെ ഭാര്യയും കൊച്ചും മാത്രമേ ഉള്ളൂ ഇവിടെ. ചിലപ്പോൾ ഞാൻ ഇല്ലാത്തപ്പോൾ വന്നു കഴിഞ്ഞാൽ അവൾ പേടിച്ചു പോകും. ചെറിയ കുട്ടിയല്ലേ, 2-2.5 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഇല്ല എന്താ പറയുക പരിപാടി ചെയ്യരുത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ദേവസ്വം മാഷ വീട്ടിലോട്ട് വരുന്നതിന് ഇത് കഴിഞ്ഞിട്ട് 4-ാം തീയതി, ഈ കഴിഞ്ഞ 4-ാം തീയതി, ഇപ്പോൾ ഇത്രയും ദിവസമല്ലേ, 4-ാം തീയതി ഞാൻ പോയിട്ട് പരാതി കൊടുത്തു. കാരണം അവരെന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും, അത് ചെയ്യും. ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ജിജി എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലല്ലേ? അപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് എന്തുവേണേലും സംഭവം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ അറ്റാക്ക് അല്ല വന്നുള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ആളായതുകൊണ്ടാണ് അവർ എൻ്റെ പേര് എടുത്ത് പറഞ്ഞത്. കാരണം ദേവസ്വം മാഷ പേരൊക്കെ ഒന്ന് പറ്റിയതിനെ കൊണ്ടാണ്. സോഷ്യൽ മീഡിയ വഴി എന്നെ നാട്ടിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാണല്ലോ. ഞാൻ ഇതൊന്ന് മാറുന്നുണ്ട് പ്രതീക്ഷിച്ചിട്ടാണ്. ഇക്കാര്യത്തിൽ ഞാൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ. മാര്യ ബ്രദറിൻ്റെ കൂടെ ഞാൻ മാത്രമല്ല മാഷും നിൽക്കുകയുള്ളൂ. അത് ഞങ്ങൾ രണ്ടുപേരും ഉറച്ച് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവർ ഈ പറഞ്ഞ തെറ്റ് തിരുത്താൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾക്കല്ലാതെ ഈ NGO എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് NGO ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അറിവില്ല ആളുകൾ
തെറ്റിദ്ധാരണ ഉള്ളവർ, അവർക്ക് വിശ്വാസമുള്ള ആളുകളോട് പോയി ചോദിക്കുക, ഇത് എത്രമാത്രം സുതാര്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത് സത്യമാണോ, അല്ലെങ്കിൽ അതാണോ ബെറ്റർ ഓപ്ഷൻ, ചാരിറ്റബിൾ ട്രസ്റ്റിനും ബേസ് ചെയ്ത് ഇതാണോ ബെറ്റർ എന്നുള്ളത് ചോദിക്കുക. മാരിയോ ബ്രദറും ജിജിയും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷമാകുന്നു. ഈ 21 വർഷവും ബ്രദർ സഹിച്ചാണോ ഇവരുടെ കൂടെ ജീവിച്ചത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ബ്രദർ ഷെയർ ചെയ്തിട്ടുണ്ടോ അജ്മലിനോട്? ഇഷ്ടം പോലെ അവർ സഹിച്ചെന്നെ നിന്നിരിക്കുന്നത്. അത് ഞാൻ മാത്രമൊന്നുമല്ല, പല ആളുകളും ഒരുപാട് പേര് അത് ആ കമൻറ്റ് ഇട്ടുന്നു. ചേച്ചിക്ക് ഒരു പിടിവാശിയുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചാൽ അത് ഞാനൊരു കാര്യം ഇന്നത് ചെയ്യണം എന്നൊരു ശാഠ്യം വന്നു കഴിഞ്ഞില്ല, അതേ ചെയ്യുള്ളൂ. ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ചേച്ചി. അത് ചെറുപ്പം തൊട്ടേ പുള്ളിക്കാരുടെ ശീലം അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരാളെ എന്തിനാണ് മാരിയോ ബ്രദർ ഇത്രയും നാൾ സഹിച്ചു കൂടെ കൊണ്ടുപോയി കിടക്കേണ്ട കാര്യം? അതിൻ്റെ മെയിൻ പോയിന്റാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമല്ല, രണ്ട് പെൺമക്കൾ എന്ന്. അവരൊന്ന് പ്രായപൂർത്തി ആവട്ടെ, അവരവരുടേതായ ഒരു വഴിക്ക് മാറട്ടെ എന്ന് ഭയങ്കര ആഗ്രഹം ബ്രദറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരൊരു ഇതിലേക്ക് എത്തുകയും പിന്നെ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ പറയാമല്ലോ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വിട്ടുവീഴ്ചയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മീറ്റിങ്ങിന് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് പുള്ളി ജിജിയോട് ഇത്ര സ്റ്റേണായിട്ട് പറ്റില്ല, ഈ തെറ്റ് നീ തിരുത്തണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് പുള്ളി പറയുന്നത്. അത് വൈകിപ്പോയി, മുൻപേ പറയേണ്ടായിരുന്നു. അത് പുള്ളി തന്നെ പറഞ്ഞല്ലോ, പുള്ളിക്ക് തെറ്റ് പറ്റിയതാണ് അക്കാര്യത്തിൽ. കാരണം പലതും ഈ പറഞ്ഞ ലെവലിൽ മക്കളെ പ്രതിയും കുടുംബത്തെ പ്രതിയും, അതായത് ആളുകൾക്കൊരു പൊതുവെ ഇപ്പം ഇന്നലെ അടക്കം പുള്ളിനെ കുറിച്ച് കുറ്റപ്പെടുത്തി 1-2 വൈദികർ വീഡിയോ ഇട്ടു. പക്ഷെ വൈദികർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, കത്തോലിക്കനെ സംബന്ധിച്ച് കുടുംബം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. മനസ്സിലല്ലേ? കാരണം ഒരു കുടുംബം, അതായത് വിവാഹം എന്ന് പറയുന്ന ഒരു കൂതാശയായിട്ട് അവൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം കൂടി കൊടുത്തിട്ടാണ് നൽകുന്നത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് പാപമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കർത്താവ് സഹനം സഹിച്ച പോലെ ഇത് നമ്മൾ സഹിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, അന്യൻ്റെ വേർപ്പ് എന്നുള്ള വിലയും കൂടി നമ്മൾ കണക്കാക്കണം. അപ്പോൾ പുള്ളി കുടുംബം വേണോ ഇത് വേണോ? ഇപ്പോഴും പുള്ളി പറഞ്ഞിരിക്കുന്നത് ചേച്ചിയെ വേണ്ട, അല്ലെങ്കിൽ മക്കൾ വേണ്ട, ഇത് ചെയ്യൂല എന്നല്ല, തെറ്റ് തിരുത്താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് സോഷ്യൽ മീഡിയ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്താ വിചാരിച്ചിങ്ങനെ ഇവരെ കൊണ്ടുപോയിട്ട് ഡിവോഴ്സ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ കച്ചറ കൂടണമെന്നോ ഒന്നും ഈ നിമിഷം വരെ, നാളത്തെ കാര്യം എനിക്കറിയില്ല, ഈ നിമിഷം വരെ തീരുമാനത്തില്ല. ഇനി സോഷ്യൽ മീഡിയ എല്ലാം കൂടി ഡിവോഴ്സ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ആക്കട്ടെ. പുള്ളി ഇപ്പോഴും പറയുന്നത് എൻ്റെ ഭാര്യയാണ്, എനിക്ക് വേണം. ഞാനും പറയുന്നതാണ്, എൻ്റെ ചേച്ചി തന്നെയാണത്, ഞങ്ങൾക്ക് വേണം. പക്ഷേ അവരുടെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് അവർ തിരുത്തണം. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ, ഇന്നതുകൊണ്ടാണെന്ന് പറയാം. പിന്നെ എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, അത് നമ്മളിപ്പോൾ എനിക്ക് ആരോ ആണെങ്കിലും ഇപ്പോൾ ആരോപിക്കാം. ഞാൻ ഇപ്പോൾ ചേച്ചി കുടിക്കും എന്ന് പറഞ്ഞു കളിയാക്കിയിട്ടില്ല എന്നൊക്കെ അതിൻ്റെ കമൻറ്റ് വന്നു. ഞാൻ പ്രൂഫ് തന്നില്ലേ, ഇതിൽ പ്രൂഫ് വെക്കട്ടെ, ഞാൻ സമ്മതിക്കാം. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാം? എപ്പോഴെങ്കിലും നിങ്ങൾ ഇടപെട്ടൊരു മധ്യസ്ഥത വഹിക്കാൻ പോയിട്ടുണ്ടോ ജിജിയുടെയും മാരിയോൻ്റെയും ജീവിതത്തിനിടയിൽ? അതായത് ഈ ഒരു പ്രശ്നം നടന്നിട്ട് ഇത്രയും ദിവസം ഇപ്പം ഞാൻ ഫൗണ്ടേഷനിലെ ഇതിലേക്ക് വന്ന് മെമ്പറായി എന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാർ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്നറിയോ, കുറേ മെസ്സേജ് അയക്കും, മോശപ്പെട്ടതും തെറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലോക്ക് ചെയ്യും, പിന്നെ എന്താക്കും. ഇതിന് ശേഷം ഈ പറഞ്ഞ ഫൗണ്ടേഷനിൽ ഞാൻ മെമ്പറായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം എടുത്തു. ഞങ്ങൾ ഒരുമിച്ചൊരു സ്റ്റേജിൽ പ്രോഗ്രാം എടുത്തു, ഞാനും ചേച്ചിയും ബ്രദറും ഒക്കെ. അവിടെ ദേവസ്യമാഷമൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയെ ഞാൻ അവിടെ നിന്ന് കണ്ടു, ചേച്ചിയുടെ ഫോട്ടോസ് ഞാൻ എടുത്ത് കൊടുത്തു. ഞാൻ കൊടുത്ത പല ഫോട്ടോസാണ് ഇപ്പോൾ പുള്ളിക്കാരി ഫേസ്ബുക്കിലും കാര്യങ്ങളും ഇട്ടിരിക്കുന്നത്. പുള്ളിക്കാരുടെ ഒരുവിധം എല്ലാ ഫോട്ടോസും, ഇപ്പോൾ ബുക്കിൽ വന്നിരിക്കുന്ന കവർ ഫോട്ടോ വരില്ലേ, അതുവരെ ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഇപ്പോൾ ലാസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരിട്ട് ആഘോഷിക്കുന്ന പല ഫോട്ടോസും, മീൻസ് തലക്കെട്ടിയല്ല കേട്ടോ, അല്ലാതെ ഇവരെ പേഴ്സണലി അവർ ഒരുമിച്ച് തിരിച്ചെടുക്കണം, ഇതെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ ഞാൻ എടുത്ത ഫോട്ടോസുകളാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയ സമയത്തും ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഇപ്പോൾ സംസാരിക്കാൻ സമയമായിട്ടില്ല, പറയാം, അത്രേ പറഞ്ഞോളൂ. ഇപ്പോൾ സംസാരിക്കാൻ സമയമായിട്ടില്ല, പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വാക്ക് നല്ല ലെവലിൽ അവർ ഞങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, എന്താണ് അജ്മലെ, എന്താ പ്രശ്നം, നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ എന്നോട് ഈ ദ്രോഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ല, ചേച്ചി ഇന്ന പോലെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ആക്കിക്കൂടെന്ന് ചോദിക്കില്ല. ഇത് നമ്മളോട് മിണ്ടൂല്ല, സംസാരിക്കില്ല, നമ്മളെ കുറേ തെറി പറയും, സോഷ്യൽ മീഡിയയിലും കുറേ തെറി പറയും. അവിടെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മളെന്ത് ചെയ്യും? ചോദിക്കണ്ടേ? നല്ല ലെവലൊന്നും ചോദിച്ചൂടെ? അത് എന്നോട് മാത്രമല്ല, ദേവസ്യമാഷോടും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ബ്രദറിനെതിരെ ജിജി കൊടുത്ത പരാതി ഇങ്ങനെയാണ്, സെറ്റപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ചു, കടിച്ചു പറിച്ചു, മുടി പിടിച്ചു വലിച്ചു, 70,000 രൂപയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. ശരിക്കും ഇവര് തമ്മിൽ, അല്ലെങ്കിൽ ജിജി ബ്രദറിനെ കൈയേറ്റം ചെയ്യോ, ബ്രദർ തിരിച്ച് കൈയേറ്റം ചെയ്യോ, അതിൽ എന്താ ഒരു ക്ലാരിറ്റി? എൻ്റെ അറിവിൽ ഈ പറഞ്ഞ സംഭവം നേരെ തിരിച്ചടക്കാൻ സാധ്യത. ബ്രദറിനിട്ട് അടിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം പുള്ളിനെ അടിച്ചിട്ടുണ്ട്, പിന്നെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബ്രദറിനെ അടിക്കുന്നത് ഞാൻ കണ്ട കാര്യം പറയുന്നത്. ഇവൻ അവിടെ ട്രസ്റ്റിന്റെ മീറ്റിംഗ് കൂടുമ്പോഴും ബ്രദറിനെ അടിച്ചിട്ടുണ്ട്. അതിനും സ്റ്റാഫുകളൊക്കെ സാക്ഷികളുണ്ട്, വേണമെങ്കിൽ ഞാൻ ഹാജരാക്കാം, കാണിച്ചുതരാം. ബൈബിളിൽ പറയുന്ന ഒരു വാചകം കോട്ട് ചെയ്ത് ജിജി എപ്പോഴും സംസാരിക്കാറുണ്ട്, അതായത് ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം. അതെ, ഒരു അച്ഛനെ ഇവരോട് വളരെ
ഇഷ്ടമല്ല ഒരു അച്ഛൻ. ആ അച്ഛനെ എന്നെയും ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ നിന്ന് ചേച്ചി എന്നെ എന്താ തെറി പറഞ്ഞ് എന്നൊക്കെ ഞാൻ സങ്കടപ്പെട്ട് ആൾക്കാരുടെ പുറകിൽ നിൽക്കാം. അപ്പോൾ അച്ഛൻ വന്ന് എൻ്റെ തോളത്ത് കൈയിട്ടിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആൾത്താരെ കയറുന്ന എല്ലാവരും കർത്താവാന്ന് നീ കരുതരുത്, അതിലും ചില സത്താന്മാർ ഉണ്ട്, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ വെച്ചാൽ നമ്മൾ ആൾത്താരെ കയറി പ്രസംഗിക്കുന്നതുകൊണ്ട് എല്ലാവരും കർത്താവിനെ പോലെ ഒന്നും ആയിന്ന് വരില്ല. അവൻ്റെ ഉള്ളിലും ഒരു സാത്താനുണ്ട്, അതായിരിക്കും പല സമയത്തും പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ ജിജി മാരിയോ ബ്രദർ പ്രശ്നം തീരാൻ അജ്മൽ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു, അജ്മൽ അതിന് വില്ലിംഗ് ആണോ? ഞാൻ വില്ലിംഗ് ആണ്, പക്ഷേ ബ്രദർ പറയണം. അല്ലെങ്കിൽ ബ്രദർ പറയുക പോലും വേണ്ട, ചേച്ചി ഈ പറഞ്ഞ ലെവലിൽ പ്രൂഫ് കാണിക്കണം. അതായത് ഈ അജ്മൽ ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അതായത് അവർ ഓരോരുത്തരും കൊടുത്ത പൈസയ്ക്ക് ഇവർ ഇത് മേടിച്ചിട്ടുണ്ട്. അതായത് ഈ കമൻ്റ് ഇടുന്ന വ്യക്തികളെ നേരിട്ട് ചോദിക്കുക അവരോട്, ജിജി മാരിയോ എങ്ങനെ ഒരു ബിൽഡിംഗ് മേടിച്ചിട്ടുണ്ടെന്നുള്ളത് അവർ പറഞ്ഞു. 35 ലക്ഷം രൂപ എന്നും പറഞ്ഞു. ഈ 35-ൽ 10 ലക്ഷം അവർ കൊടുത്തു എന്ന് പറയുന്നത് ഈ 10 ലക്ഷം കൊടുത്തതിൻ്റെ സോഴ്സ് എന്താണ്? ഇത് 35 ലക്ഷം രൂപയ്ക്ക് അങ്ങനെ ഒരു ബിൽഡിംഗ് കിട്ടില്ല എന്നുള്ളത് അത് പോയി ഒന്ന് ആദ്യം ചിന്തിക്കണം. ഇനി അതല്ലാത്ത കാര്യം ബാക്കി കൊടുത്ത പൈസ എവിടുന്ന് എങ്ങനെ എപ്പോൾ കിട്ടി എന്നുള്ളത് അവർ പറയണം. അവരുടെ സ്റ്റേറ്റ്മെൻറ്റും അവർ കാണിച്ച് റെഡിയാണ്. ഇത് ജനങ്ങളുടെ പൈസ അല്ലേ, ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുത്ത. ഇപ്പോൾ അതിൽ ഞാൻ എന്തിനാ നീ സംസാരിക്കുന്നത്, അത് അവരുടെ വിഷയമല്ലെന്ന് ചോദിക്കുന്നവരും പറയട്ടെ. ആ സംഘടന തുടങ്ങിയത് ഞാനല്ലേ, അതിൻ്റെ പേപ്പർ വർക്കുകളെ പുറകെ ഓടിയത് ഞാനല്ലേ, ഇങ്ങനൊരു പരിപാടി ഞാൻ കാരണമല്ലേ ഈ ലെവലിലേക്ക് എത്തിയത്. കാരണം ഫസ്റ്റത്തെ വീട്, അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ സുലോചന എന്ന് പറയുന്നൊരു ആൾക്ക് വേണ്ടിയിട്ട് പുത്തൻചിറയിൽ ഇവിടെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വർക്ക് നടത്തിയത് ഞാനാണ്. ഇവർക്ക് വേണ്ട സോഷ്യൽ മീഡിയയിൽ വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടത് ഞാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. മുസ്ലിങ്ങൾ മതം മാറി ക്രിസ്ത്യൻസ് ആയിട്ട് നിങ്ങളുടെ ഒരു കൂട്ടാണ് ഇപ്പോൾ PKF എന്നത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ നിങ്ങളെ തീവ്രവാദി സംഘടന എന്ന് വിളിക്കുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ചർച്ചകൾക്കും രണ്ട് മതങ്ങൾ തമ്മിലുള്ള അടികൾക്കും വരെ കാരണമാകും. എന്താണ് അതിനുള്ളൊരു? അത് മതങ്ങൾ തമ്മിലുള്ള അടികളില്ല, മതത്തിലെ തീവ്രവാദികൾ തമ്മിലുള്ള അടിയുള്ളൂ. മനസ്സിലായില്ലേ? നല്ല മുസ്ലിമിന് യാതൊരു പ്രശ്നമില്ല. ജിജിക്ക് പറഞ്ഞേക്കാൻ പറ്റുന്ന ഒരു വാദം. യെസ്, അല്ല ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഉപദ്രവിച്ചാൽ, ഇപ്പം അവരെന്നെ ഉപദ്രവിച്ചാൽ ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ പലതരത്തിൽ മുമ്പും തളർത്താൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയായി വന്നിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്തത് ക്രിസ്ത്യാനികളുള്ളൂ. ഇപ്പോഴും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവരേ ഉള്ളൂ, കമൻ്റ് ഇടുന്നവരും അവരേ ഉള്ളൂ. മറ്റ് എന്താ പറയുക, ഒരു വേറെ ലെവലിലേക്ക് വേണ്ടാത്ത ലെവൽ മുസ്ലിംസ് കുറവാണ് എന്നെ നോക്കുമ്പോൾ. കമ്പാരിറ്റീവ്ലി കമൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷേ എനിക്ക് ക്രിസ്ത്യാനിസിനോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ക്രിസ്ത്യാനിയും കണ്ടിട്ടല്ല ക്രിസ്തു മതത്തിലേക്ക് വന്നത്. ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടാണ്. അവനവിടെ ഉണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ അവൻ എനിക്ക് അതിന് ഉത്തരം തരുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ലാതെ ദൈവം അനുകരിച്ച് വളരെ നന്നായിട്ട്. ഇപ്പോൾ ഇവൻ എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും വലിയ പറഞ്ഞാൽ എൻ്റെ മോനാവുന്ന സമയത്ത് എൻ്റെ ഭാര്യ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊരു കോംപ്ലിക്കേഷൻ വന്ന് അവിടുന്ന് മാറ്റേണ്ടി വരുന്നവരെ ഡോക്ടർ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കൂടെ അന്ന് വരാൻ ആരുമില്ല, പോകാനാവില്ല. കൊച്ചുണ്ടായിട്ടും കൊച്ചിനെ ഞാൻ എൻ്റെ വൈഫും പാടെ എൻ്റെ വാടക വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത്, ചെറിയ കുട്ടിയാണ്, രാത്രി എണീച്ച് കരയും, അത് അങ്ങനെ ആകും ഇങ്ങനെ ആവും, ആളെ നോക്കാൻ വെക്കണമെന്ന്. ഞാൻ ഒരാളെ പണിക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 35,000-40,000 രൂപയാണ് ഇത് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരാളും വേണ്ടി വന്നിട്ടില്ല, ആ കൊച്ചിനെ ഞാനും അവളും തന്നെ നോക്കിയത്. മനസ്സിലായില്ലേ? ഇതെല്ലാം തമ്പരാൻ പുറകിൽ നിന്നില്ല. അന്ന് ഞാൻ ഈ യൂട്യൂബായിട്ട് ഓടുമ്പോഴും കറക്റ്റായിട്ട് മാസം വാടകയും കറണ്ട് ബില്ലും എല്ലാം എനിക്ക് എൻ്റെ ദൈവം തന്നിട്ടുണ്ട്, എൻ്റെ ഈശോ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് അതിൽ പേടിക്കാമല്ലോ. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ എന്ത് പറഞ്ഞാലും മുസ്ലിംസ് എന്ത് പറഞ്ഞാലും അത് എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല, ഞാനത് ബോധം ചെയ്യുന്നുമില്ല. അജ്മലിൻ്റെയും ഭാഗം കേട്ടോ. അജ്മലും മാരിയോയും പറയുന്ന കാര്യങ്ങളിൽ പലതിനും അവർക്ക് അവരുടെ ഫോണിൽ തെളിവുകളുണ്ട്. ജിജി മദ്യപാനിയാണ് എന്നതിനടക്കമുള്ള തെളിവുകൾ അജ്മൽ ഞങ്ങളെ കാണിച്ചിരുന്നു. ഇത് ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുമാണ്. ഇനി പ്രതികരണം അവശേഷിക്കുന്നത് ജിജിയുടേതാണ്. അജ്മലും മാരിയോയും പല കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ സഹിതം ജിജി ഒരു നാൾ മറനീക്കി പുറത്തു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജിജിയുടെ ഭാഗവും കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്.